എങ്ങനെ ചിട്ടയോടുകൂടി കണി വെക്കാം? നമ്മൾ കൃഷ്ണനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തട്ട് വെച്ച് അതിലൊരു മഞ്ഞ തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ വേണം കേട്ടോ കൃഷ്ണനെ വെക്കാനായിട്ട്. വെള്ളോട്ടുരുളിയിലാണ് സാധാരണയായിട്ട് കണി വെക്കേണ്ടത്. അതില്ലാത്തവർക്ക് സാധാരണ ഒരു പാത്രത്തിലായാലും കണി വെച്ചാൽ മതി കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ മുഖം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മൾ കണിവെള്ളരി വെക്കുന്നത്. ഗണപതിക്ക് ചക്ക, സുബ്രഹ്മണ്യന് മാങ്ങ, ഭഗവതിയെ റെപ്രസെൻ്റ് ചെയ്ത് വാൽക്കണ്ണാടി, ഭഗവതിക്കൊരു വസ്ത്രം എന്നുള്ള രീതിയിൽ തിരയുടയാട, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണിയിൽ വെക്കേണ്ട സാധനങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അലക്കി വൃത്തിയാക്കിയ വസ്ത്രത്തിൻ്റെ മുകളിൽ ഒരു ഗ്രന്ഥമൊക്കെ ഇട്ട് വെറ്റിലേ മടക്കി പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണവും വെള്ളിയൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഇതൊന്നുമില്ലെങ്കിലും ഒരു കണിക്കൊന്ന മാത്രം വെച്ചാലും മതിയേ. വിളവെടുപ്പിൻ്റെ ഉത്സവമാണല്ലോ വിഷു, അപ്പോൾ നമുക്ക് കുറച്ച് നവധാന്യങ്ങളും കൂടെ വെച്ച് കൊടുക്കാം. വെള്ളം കണ്ണിൽ തൊട്ട് കണി കാണാനായിട്ട് ഒരു കിണ്ടിക്കകത്ത് കുറച്ച് വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു.